ലോക്ക ഇനി ഒ ടി ടിയിലോ ഒരു അതിഗംഭീര തിയേറ്ററിക്കൽ റണ്ണിന് ശേഷം നമ്മുടെ ലോക്ക സിനിമ ഒ ടി ടിയിലൂടെ എത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പുറമെ നമ്മുടെ ലോക്കേഷിൻ്റെ പുതിയൊരു LCU ഐറ്റം ഇറക്കി വിടാൻ പോവുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് കൂടുതൽ സമയം കളയേണ്ട നേരെ നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. നമുക്കിന്ന് 3 മെയിൻ ഹെഡ്ലൈൻസ് ആണ് പറയാനുള്ളത്. ആ നേരം നമുക്ക് നമ്മുടെ കാന്താരൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. ഇന്നാണ് ഒക്ടോബർ 2-ാം തീയതിയാണ് കാന്താര 2 അഥവാ കാന്താര ചാപ്റ്റർ 1 റിലീസിനെത്തുന്ന സിനിമയ്ക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിൽ പറഞ്ഞത് 12.5-13 കോടി കിട്ടിയെന്നായിരുന്നു സോ ഫാർ. ബട്ട് ഇന്നത്തെ ഒറിജിനൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ നെറ്റ് കളക്ഷനായിട്ട് മാത്രം സിനിമയ്ക്ക് 4.5 കോടിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ്. പക്ഷേ പേടിക്കേണ്ട, ഇതുവരെ ഇപ്പോൾ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇനി മിച്ചമുള്ള ദിവസത്തെ കളക്ഷനും നമ്മൾ ഓവർസീസ് കൂട്ടിയിട്ടില്ല. ഓവർസീസ് കൂടെ കൂട്ടാൻ നേരത്ത് സിനിമയ്ക്ക് ഒരു 12-13 അല്ലെങ്കിൽ 14-15 കോടി ആയിരിക്കും സിനിമയുടെ ഓപ്പണിംഗ് കളക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ന്യൂസുകൾ പറയുന്നത്. സിനിമയ്ക്ക് ഒരു 100-150 കോടിക്കടുത്ത് ബഡ്ജറ്റ് വരുന്ന അത്യാവശ്യം ഒരു ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. അതുകൊണ്ട് നാളെ തൊട്ട് കളക്ഷൻ കയറി തുടങ്ങിയാൽ പടം ഉറപ്പായിട്ടും കത്തും. നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഹെഡ്ലൈൻസുകളോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ലൊക്കേഷൻ LCU കാര്യം പറഞ്ഞു തുടങ്ങാം. നമുക്കറിയാവുന്ന പോലെ ലോകേഷ് കൂളി ഡയറക്റ്റ് ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ ആ ഒരു വേണ്ടത്ര റെസ്പോൺസ് കൂളി കിട്ടാത്തതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പുള്ളിക്കാരനെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അമീർ ഖാൻ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല പ്രൊജക്റ്റുകളും പുള്ളിക്കാരന് കോൾ ഓഫ് വേണ്ടി വരുമായിരുന്നു. അങ്ങനെ നമുക്ക് ആദ്യം അനൗൺസ് ചെയ്ത് കോൾ ഓഫ് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു രജനീകാന്ത് കമൽഹാസൻ പ്രൊജക്റ്റ്. അതിന് അത്യാവശ്യം ഹൈപ്പ് കയറി വന്നിട്ടാണ് അവസാനം ആ പ്രൊജക്റ്റ് കോൾ ഓഫ് ചെയ്തു. അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കൺഫർമേഷൻ വന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ന്യൂസുകൾ എന്താണെന്നറിയോ? നമ്മുടെ രാജ് കമൽ ഫിലിംസ് അറിയാതെ നമ്മുടെ കമൽഹാസൻ്റെ പ്രൊഡക്ഷൻ കമ്പനി അവർ ലോക്കേഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓഫീസ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തിനാണെന്നറിയോ? ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. യെസ്, കേട്ടത് ശരിയാണെങ്കിൽ സിനിമ ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. അത് ചിലപ്പോൾ റിലീസ് ചെയ്യാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിനിമ ഈ വരുന്ന മെയ് 2026 സിനിമേൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി അടുത്ത പൊങ്കൽ 2027 റിലീസിനെത്തുമെന്നാണ് പുതിയൊരു ന്യൂസുകൾ വരുന്നത്. ഇത് LCUലാണ് എന്ന് കുറേ പേര് പറയുന്നുണ്ട്. ബട്ട് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ LCUലാവാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓബിയസ്ലി കമൽഹാസൻ ഒരാളോടെ നിൽക്കുമ്പോൾ പുള്ളിക്കാരനാൾ വിക്രത്തിലുള്ളപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കണക്ഷൻ വെക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഏകദേശം റിപ്പോർട്ടിൽ LCU എന്ന് പറയുന്നുണ്ട്, നമുക്ക് അറിയില്ല, നമുക്കെല്ലാം കണ്ടറിയാം. അടുത്താണ് നമ്മുടെ ലോക്കേൻ്റെ കാര്യം. ലോക്ക സിനിമ നമുക്കറിയാവുന്ന പോലെ ഒരു അതിഗംഭീര റണ്ണാണ് തിയേറ്ററിൽ. ഇപ്പോഴും നല്ല കളക്ഷനോട് ഓടുന്നുണ്ട്. സിനിമ ഇറങ്ങിയിട്ട് 2 മാസം അടുക്കാറായി. 2 മാസം കണ്ടുകൊണ്ടെങ്കിൽ ഇപ്പോഴും കളക്ഷൻ വരുന്നത് അത്യാവശ്യം വലിയൊരു റണ്ണിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ OTT മേടിച്ചിരിക്കുന്നതിൽ നെറ്റ്ഫ്ലിക്സ് ആണ്. അത്യാവശ്യം ഒരു വലിയ തുക തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് OTT സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയ്ക്ക് ഇത്രയും കാലം പല OTT ഡേറ്റുകൾ വന്നെങ്കിലും എല്ലാം DQ തന്നെ പറഞ്ഞു ഈ ഇടയ്ക്കൊന്നും OTT ഉണ്ടാവില്ല എന്ന്. എന്നാൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പുതിയ റൂമർ ഡേറ്റ് വരുന്നുണ്ട്. അതാണ് 23 ഒക്ടോബറിന് ലോക്ക നെറ്റ്ഫ്ലിക്സ് വരെ എത്തും എന്നൊരു റൂമറുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇത് കൺഫേംഡ് ന്യൂസ് അല്ല, ജസ്റ്റ് വരുന്ന റൂമറുകൾ മാത്രമാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്. എന്നിരുന്നാൽ പോലും ഒരു പ്രതീക്ഷ വെക്കാവുന്ന ഡേറ്റ് ആണ്. കാരണം കറക്റ്റ് 2 മാസം ലാൻഡ്മാർക്ക് ഹിറ്റ് ചെയ്യുന്ന ആ ദിവസം സിനിമ OTT ഇറങ്ങാമെന്ന് എനിക്കൊരു നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് ആണ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. യെസ്, അതൊക്കെയാണ് ഞാൻ വീഡിയോ കണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.